മഷ്റൂം മെഴുക്കുവരട്ടിയാണ്. അതെങ്ങനെയാണ് ഈസിയായിട്ട് ടേസ്റ്റിയായിട്ട് തയ്യാറാക്കുന്നത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു. ഞങ്ങൾ സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ഒരു മഷ്റൂം മെഴുക്കുവരട്ടിയാണ്. അതെങ്ങനെയാണ് ഈസിയായിട്ടും ടേസ്റ്റിയായിട്ടും വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. പലർക്കും അറിയായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. പല പ്രാവശ്യം ഞാൻ ഈ ഇത് കഴിച്ചിട്ടുണ്ട്, ഞാൻ തയ്യാറാക്കി കഴിച്ചിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഒരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഒരു പാക്കറ്റിലോളം മഷ്റൂം എടുത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഉപ്പിലൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഒരു 6 ചില്ലിയുടെ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ഒനിയനാണ് കട്ട് ചെയ്തേക്കുന്നത്. ഒരു 15 ഒനിയനോളം ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചില്ലി ഫ്ലെക്സ് ഉണ്ട്, ആവശ്യത്തിനുള്ള കറി ലീവ്സ് ഉണ്ട്. ഇനി നമുക്ക് കോക്കനട്ട് ഓയിലും വേണം. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കത് ചെറിയ പീസുകളായിട്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ഒരു മഷ്റൂമാണെന്ന്. ഇത് നമുക്കിനി ഇത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മെഴുക്കുവരട്ടിയുടെയൊക്കെ ടൈപ്പിന് നമുക്ക് ഏത് രീതിയിലും എടുക്കാം. ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിനി ഇതിനെ ചെറിയ പീസായിട്ട് ഈ ലെവലിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നല്ല ടേസ്റ്റാണ്. ധാരാളം വൈറ്റമിൻ ഡിയും ആൻറ്റി ഓക്സിഡൻ്റൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോളിനെയൊക്കെ ലെവൽ ചെയ്യാനൊക്കെ നല്ല സഹായിക്കുന്നൊരു ഐറ്റമാണ് മഷ്റൂം. എല്ലാവരും ഒരു നേരമെങ്കിലും എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്താൻ നോക്കണം. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും നമ്മുടെ പല രോഗങ്ങൾക്കും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. പിന്നെ വെയിറ്റ് ലോസ് നടത്തുന്നവർക്ക് അതിനും നല്ലതാണിത്. ഞാൻ ഈ രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ തയ്യാറാക്കണം നമുക്ക് നോക്കാം. ഞാൻ ഈ രീതിയിലെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമുക്കിനി അതിലോട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിനാവശ്യമുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി ഇട്ട് വരട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായി. അതിലോട്ട് നമുക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്മോൾ ഓനിയൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചില്ലി ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറി ലീവ്സും ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ഒനിയനൊക്കെ ആയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളിയൊന്ന് വാടി വരുന്നവരെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഇതിനാവശ്യമുള്ളൊരു 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കുന്നു, പിന്നെ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ, ഒരു കളറിന് വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതുപോലെ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരുന്ന കോക്കനട്ടിൻ്റെ ചെറിയ ചെറിയ പീസുകളുണ്ടല്ലോ, അതും കൂടെ നമുക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഈ കോക്കനട്ടൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. ഞങ്ങളിത് തയ്യാറാക്കുമ്പോൾ ഇടാറുണ്ട്. ഈ മഷ്റൂമിൻ്റെ കൂടെ ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ മഷ്റൂം തോരൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണണം. ഇത് നന്നായിട്ടൊന്ന് മിക്സായി. നമുക്ക് ഈ സമയത്ത് എടുത്തു വെച്ചേക്കുന്ന നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തേക്കുന്ന മഷ്റൂം ഒന്നിട്ട് കൊടുക്കാം.
ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. ചെറു തീയിൽ വേകട്ടെ. ഇതിന് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഓൾറെഡി ഇതിൻ്റെ മഷ്റൂമിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. നമുക്കൊരു 5 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റോളമായി. നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. കറക്റ്റായിട്ട് ഉപ്പൊക്കെ ഉണ്ട്. നല്ല റെഡി ആയിട്ടുണ്ട്. കുക്ക് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എടുത്ത് വെച്ചിരിക്കുന്ന ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷനിലാണ്. ഞങ്ങൾക്ക് കുറച്ച് എരിയൊക്കെ ഇഷ്ടമുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഇട്ടത്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലൂടെ നമുക്ക് കുറച്ച് പെപ്പറും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്. കുറച്ച് പെപ്പറും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിനി ഒരു 1/2 സ്പൂണോളം പെപ്പർ ഇട്ട് കൊടുക്കാം. ഒരുപാട് എരിവുള്ളവർ ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇതിട്ടാൽ മതി. അല്ലാത്തവർക്ക് ഈ ചില്ലി ഫ്ലേക്സും സ്കിപ്പ് ചെയ്യാം, ഈ പെപ്പറും സ്കിപ്പ് ചെയ്യാം. അത് ഞങ്ങൾക്ക് കുറച്ച് എരിയൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇട്ടത്. ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് എടുക്കാം. അങ്ങനെ മെഴുക്കുവരട്ടി തയ്യാറായി. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായി ഈസിയുമായിട്ടുള്ള മഷ്റൂം മെഴുക്കുവരട്ടി തയ്യാറായിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ലതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.